കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു കൃഷ്ണ. ഇന്ന് വരെ താൻ കാണാത്ത ഏതോ ഒരുവന്റെ നെഞ്ചിൽ കണ്ണുകൾ ഇറുക്കിയടച്ച് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആമ്പൽ. അവളുടെ രണ്ട് കൈകളും അവന്റെ നെഞ്ചിലെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അവനോ ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിലും മറു കൈകൊണ്ട് അവളുടെ തലയിലും താങ്ങി പിടിച്ച് നെഞ്ചോട് അമർത്തി ചേർത്തിരിക്കുന്നു. ആ കാഴ്ചയിൽ സിദ്ധു അടപടലം പുകഞ്ഞുപോയി. ആമ്പൽ! ചുറ്റുപാടുമുള്ള കരിയിലകളെ പോലും പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന പോലെ അവന്റെ ശബ്ദം അവരെ ഇരുവരെയും ഒരുപോലെ ഭയപ്പെടുത്തി. അത്രയും അടുത്തുനിന്ന് കേട്ട ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ട് ആമ്പലും ഏദനും കണ്ണു തുറക്കുന്നത്. പിന്നെയും ഒന്ന് രണ്ട് നിമിഷം വേണ്ടി വന്നു അവൾക്ക് തങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ഓർക്കാൻ വേണ്ടി പോലും. ഇരുവരുടെയും നിൽപ്പ് മനസ്സിലായതും അവന്റെ കൈകൾ ഇടുപ്പിൽ നിന്നും അയഞ്ഞു. അതുപോലെ ആമ്പലവും പിന്നിലേക്ക് മാറാൻ പോയതും പിടി അയച്ച കൈകൊണ്ട് തന്നെ അവൻ അവളെ സൈഡിലേക്ക് നീക്കി നിർത്തി. സൂക്ഷിച്ച് വീഴു നീ അമലു. അവൾ നിന്നിടം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അവൻ അവളെ അരികിലേക്ക് ചേർത്ത് തന്നെ നിർത്തി. എന്താ അമ്പലു, ആരാ ഇത്? ദേഷ്യത്തോടെ വന്ന് തന്റെ അരികിൽ നിൽക്കുന്നവളെ അവൻ അടുത്തേക്ക് പിടിച്ചു നിർത്തി ചോദിക്കുന്നവനെ ഏദനും അല്പം ദേഷ്യത്തോടെ തന്നെയാണ് നോക്കിയത്. കാരണം അവന്റെ പിടുത്തം ആമ്പലുവിൽ അങ്ങനെയുള്ളതായിരുന്നു. ഇതാരാ? ഇയാളെന്താ നിന്നെ കയറി പിടിച്ചത്? വരമ്പിലാണെങ്കിലും ഇപ്പോഴത്തെ പറമ്പിലേക്കിറങ്ങി അവളെ എന്തോ അവകാശം പോലെ ചേർത്ത് പിടിച്ചു നിർത്തിയേക്കുന്നവന്റെ ചോദ്യം ഏദനെ പിന്നെയും ചൊടിപ്പിച്ചു. ഹലോ മിസ്റ്റർ, ആരും ആരെയും ചേർത്ത് പിടിച്ചും അടക്കി പിടിച്ചു നിർത്തിയൊന്നുമല്ല. അമല് മുകളിലേക്ക് കയറിയപ്പോൾ ആ ചെളിയിലേക്ക് വീഴേണ്ടതായിരുന്നു. അവൾ അങ്ങനെ വീഴാതെ ഞാൻ പിടിച്ചു നിർത്തിയപ്പോൾ ഭയന്നിട്ട് അവൾ എന്റെ കയ്യിലും തിരിച്ചു പിടിച്ചു. അത്രയുള്ളൂ. അല്ലാതെ മുന്നിൽ നിൽക്കുന്നതിന് നോട്ടവും ഭാവവും സംസാരവും ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ ഏദൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. എന്നാൽ ഈ സമയം തനിക്ക് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരും ദേഷ്യത്തോടെ ഒന്നിനൊന്ന് പറഞ്ഞ് വഴക്കിടുന്നത് കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു ആമ്പൽ. അവളുടെ മുഖം കണ്ടുകൊണ്ട് മാത്രമാണ് പിന്നെ പറയാൻ വന്ന പലതും ഏദൻ പറയാതെ പല്ലും കടിച്ചവിടെ നിന്നത്. കാരണം എന്തെങ്കിലും ഒന്നുകൂടി താൻ പരിധി വിട്ടു പറഞ്ഞു പോയാൽ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ തന്നെ കണ്ണുകളൊക്കെ തുളുമ്പി ഇപ്പൊ കരയും എന്ന് പറഞ്ഞാണ് പെണ്ണിന്റെ നിൽപ്പ് പോലും. ഇരു കൈകളിലെയും മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഏദൻ ദേഷ്യമടക്കാൻ ശ്രമിക്കുമ്പോൾ കേൾക്കുന്നത് അടുത്തു നിൽക്കുന്നവന്റെ ഒച്ചപ്പാടാണ്. ഈ സാധനമൊക്കെ ഇട്ട് നേരെ ചൊവ്വേ നടക്കാൻ നിനക്കറിയില്ലെങ്കിൽ ഇതൊന്നും ഇടാതിരുന്നുകൂടെ ആമ്പലേ? ചുമ്മാ ഓരോരോ കോപ്രായങ്ങൾ, എന്നിട്ട് വീഴലും പിടിക്കലും. ഏദൻ അവളെ ചേർത്ത് പിടിച്ചതിന്റെ ദേഷ്യം മാറാതെ സിദ്ധു പിന്നെയും അവളോട് ഒച്ചയെടുത്തതും സങ്കടം സഹിക്കാൻ വയ്യാതെ ആമ്പലു മുഖപൊത്തി ഏങ്ങി കരഞ്ഞുപോയി. അമലു! അതുവരെ സിദ്ധുവിനെ നോക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നവൻ അവളുടെ ആ വിങ്ങിപ്പൊട്ടലിൽ അതെല്ലാം മറന്നുപോയിരുന്നു. ആ കരച്ചിൽ കേൾക്കും തോറും ഏദനത് സങ്കടമായി മാറി. അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അവൻ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും സിദ്ധു അവളുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് നടന്നിരുന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ ഹരിനാകെ വല്ലാതെയായി. സിദ്ധുവിന്റെ കൈയും പിടിച്ച് കരഞ്ഞുകൊണ്ട് വരുന്ന ആളെ കണ്ടതും മഞ്ജു അടുക്കള ഭാഗത്തു നിന്നും ഓടി അവൾക്കടുത്തേക്ക് എത്തി. എന്താ മോളെ, എന്തിനാ കരയുന്നേ? അത് പിന്നെ ഒന്നുമില്ല അമ്മായി, ഈ സാധനമൊക്കെ ഇട്ട് വൃത്തിയായിട്ട് നടക്കാൻ അറിയാത്തതുകൊണ്ട് അവൾ വരമ്പിലേക്ക് വീഴേണ്ടതായിരുന്നു. അതിന് ഞാനൊന്ന് വഴക്കു പറഞ്ഞു, അതിന്റെയാ. ഓ, അത്രയുള്ളൂ. ഇവളുടെ മുഖവും കരച്ചിലുമൊക്കെ കണ്ട് ഞാൻ അങ്ങ് പേടിച്ചുപോയി. അല്ലെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടാൻ നിൽക്കും പെണ്ണ് ചുമ്മാ കിടന്ന് കരയാൻ. വെറുതെ സിദ്ധുവിനെ കൂടി വിഷമിപ്പിക്കാതെ നീ ചുമ്മാ അടങ്ങിയ പെണ്ണെ. തോളിൽ ഒരടി കൊടുത്തുകൊണ്ട് മഞ്ജു കൂടി ദേഷ്യപ്പെട്ടതും അവൾക്ക് പിന്നൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. പെണ്ണ് പിന്നെയും ആരെയും നോക്കാതെ അകത്തേക്ക് ഓടിപ്പോയി. ഈ സാധനം മാറ്റി വേറെന്തെങ്കിലും ഇട്ടിട്ട് നീ ഇനി പുറത്തേക്ക് വന്നാൽ മതി. അകത്തേക്ക് ഓടുമ്പോൾ പിന്നിൽ നിന്നും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അവൾ കേട്ടിരുന്നു. അതേസമയം തന്നോട് സംസാരിച്ചവന്റെ വാക്കും പ്രവൃത്തികളും ഒന്നും ഇഷ്ടപ്പെടാതെ ആകെ പുകഞ്ഞു കത്തി നിൽക്കുകയായിരുന്നു ഏദൻ. ആഹാ, വന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വരികയായിരുന്നു. ചോറ് വിളമ്പി. നിറഞ്ഞ സന്തോഷത്തോടെയാണ് അശോകൻ വിളിച്ചതെങ്കിലും തിരിച്ച് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് ഏദൻ നടന്നു ചെന്ന് ടീച്ചറിന്റെ അടുത്ത് ടേബിളിലേക്ക് ഇരുന്നത്. കുറച്ചു മുന്നേ വരെ കുറുമ്പും കുസൃതിയുമായി ചിരിച്ചിരുന്നവന്റെ വാടിയ മുഖം ടീച്ചറും ശ്രദ്ധിക്കാതിരുന്നില്ല. എന്താണെന്ന് തോളിൽ തട്ടി ചോദിച്ചെങ്കിലും വെറുതെ തലയനക്കുക മാത്രമാണ് അവൻ ചെയ്തത്.
അവന്റെ ആ മാറ്റം ആസിയിലും നൗഫിലും ഒരുപോലെ സംശയമുണ്ടാക്കി. പക്ഷെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് മാത്രം അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ കൂടുതലൊന്നും സംസാരിച്ചില്ല. ആ സമയത്താണ് തനിക്ക് കുറച്ചപ്പുറം മാറിയിരിക്കുന്നവനെ ഏദൻ കാണുന്നത്. അറിയാതെ പോലും ഏദന്റെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ പോകുന്നിടം വരെ അത്രയും സുന്ദരിയായിട്ട് നിന്നിട്ട് ഇതിപ്പോ ആരുടെ ചാക്കാലയ്ക്ക് പോയിട്ട് വരുന്ന പോലെ നിൽക്കാൻ വേണ്ടി അത്രയ്ക്ക് വലിയ എന്ത് കാര്യമാ മാമ ഇവിടെ ഉണ്ടായത്? കഴിക്കാനിരുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് ആമ്പലുവിനെ കൊണ്ടു നിർത്തി അരിശം തുള്ളുന്നവളെ ഒരുപോലെയാണ് എല്ലാവരും കൂടി നോക്കിയത്. അവളുടെ വേഷം കണ്ട് എല്ലാവരും ഞെട്ടി, അവനൊഴിച്ച്. അവന്റെ ഉള്ളിലപ്പോൾ സന്തോഷം മാത്രമായിരുന്നു. ഏദൻ അവളെ നോക്കി. എപ്പോഴും കാണുന്ന പോലെ ഒരു സാധാ ചുരിദാറാണ് വേഷം. കുറച്ചു മുന്നേ വരെ അവളെ അത്രയും സുന്ദരിയാക്കിയ കാതിലെ വലിയ ജിമുക്കയും കയ്യിലെ കുപ്പിവളകളും നെറ്റിയിലെ കുറിയും ഒന്നുമില്ലാതെ ഇത്തിരി നേരം മുൻപും തനിക്കരികിൽ കുറുമ്പും കുസൃതിയും പിണക്കുമായി നിന്നവളുടെ ആ രൂപം. ദേഷ്യത്തിനുമപ്പുറം ഇടനെഞ്ച് വിങ്ങുന്ന പോലെ ഏദന്റെ കണ്ണുകൾ അവൻ അറിയാതെ തന്നെ ഈറനണിഞ്ഞുപോയി. എന്തു പറ്റി മോളെ? അമ്പു കുഞ്ഞെ, മോളെന്താ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ? ആദ്യം ചോദിച്ച വേണുമാമനെ തള്ളിമാറ്റി അശോകൻ മകൾക്കരികിലേക്ക് ചെന്ന് കാര്യം തിരക്കി. അതുതന്നെയാണ് മാമ ഞാനും ചോദിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇവള് ലവർമാർക്കൊക്കെ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടാ ഞാൻ പോയത്. ഞാൻ തിരിച്ചു വന്ന് ഇവളെ കാണാതെ തിരക്കുമ്പോൾ കാണുന്നു മുറിയിൽ നിന്നും ഡ്രസ്സ് മാറി ഇതും ഇട്ടോണ്ട് വരുന്നവളെ. പിറന്നാൾ സദ്യ പോലും കഴിക്കാതെ ഇത്രയും ധൃതിയിൽ പോയി ഡ്രസ്സ് മാറാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? രമ്യക്ക് പറഞ്ഞിട്ടും അവളുടെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞി നിന്നോടാ മോളെ ചോദിച്ചത്, എന്താ പറ്റിയേ? കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്നു വീർത്ത മുഖവും ആകെ വാടി ചടച്ചു നിൽക്കുന്ന മകളെ കണ്ട് അശോകനും സങ്കടം വരുന്നുണ്ടായിരുന്നു. രമ്യയുടെ ദേഷ്യവും അശോകന്റെ സങ്കടവും ഒക്കെ കണ്ട് സിദ്ധുവിന് ചെറുതല്ലാത്ത ഒരു പകപ്പ് തോന്നി. ആ ഒരു നോട്ടം അവൻ നോക്കിയത് തനിക്കപ്പുറം ഇരിക്കുന്ന അമ്മായിയെയും. മഞ്ജുവിനും മകളുടെ മുഖം കണ്ട് സങ്കടം വരുന്നുണ്ടായിരുന്നെങ്കിലും സിദ്ധുവിന്റെ ഭാവമാണ് അവരെ കൂടുതൽ വിഷമിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആമ്പലു എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ മഞ്ജു അവരുടെ അടുക്കിലേക്ക് വേഗം ചെന്നു. എന്റെ അശോകേട്ടാ, ഇവൾ ഈ പറയുന്ന പോലൊന്നുമില്ല. ആമ്പലു ആദ്യമായിട്ടല്ലേ ധാവണി ഉടുക്കുന്നത്. അതും ഉടുത്തോണ്ട് താഴെ വീട്ടിൽ പോയപ്പോൾ പെണ്ണ് കാല് തട്ടി വീഴാൻ പോയി. സിദ്ധുമോൻ ഉണ്ടായതുകൊണ്ടാ ആ ചെളിക്കുണ്ടിൽ അവള് വീഴാതിരുന്നത്. അത് കണ്ടപ്പോൾ മോൻ പറഞ്ഞു ഇതൊന്നും ഉടുത്ത് നടക്കാൻ അറിയില്ലെങ്കിൽ പോയി വേഷം മാറാൻ. അത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയായിട്ട് തോന്നി. അപ്പം ഞാനും അവളോടത് മാറാൻ പറഞ്ഞു. അത്രയുള്ളു കാര്യം. അല്ലാതെ ഈ പെണ്ണ് ചുമ്മാ പുഴയൊഴുക്കുന്ന പോലെ. അവളുടെ തോളിൽ ഒന്ന് തല്ലി മഞ്ജു ആമ്പലുവിനെ നോക്കി കണ്ണുരുട്ടി. എന്ത് അത്രമേ ഉള്ളെന്ന്? അവൾ ആ വേഷമിട്ട് സദ്യ കൂടി കഴിച്ചതിന് ശേഷം ഡ്രസ്സ് മാറിയിരുന്നെങ്കിൽ ഇവിടെ സുനാമി വല്ലതും വരുമായിരുന്നോ മഞ്ജുമ്മേ? സിദ്ധുവിനെ നോക്കി ദഹിപ്പിക്കും പോലെയാണ് രമ്യ അത് ചോദിച്ചത്. എന്റെ കൊച്ചേ, നീ ഇങ്ങനെ ചാടിക്കടിക്കേണ്ട പോലെ ഒന്നും ഇവിടെ പറ്റിയില്ല. അവൾക്ക് ആ സാധനം ഇട്ടുകൊണ്ട് നടക്കാൻ വയ്യ എന്ന് തോന്നി. ചെറുക്കനത് മാറ്റാൻ പറഞ്ഞു. അത്രയുള്ളൂ. അതിനിപ്പോ ഇത്രയുമൊക്കെ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കണോ? വിളിച്ചു വരുത്തിയ അതിഥികളുടെ മുൻപിൽ വെച്ചുള്ള രമ്യയുടെ ഈ ബഹളങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ മഞ്ജു അല്പം കടുപ്പിച്ചാണ് ചോദിച്ചത്. രമ്യ, നീ ചുമ്മാതെ അടങ്ങിയിരുന്നേ. സ്വന്തം മകളോടുള്ള മഞ്ജുവിന്റെ സംസാരം ഇഷ്ടപ്പെടാതെ രമ്യ വന്ന് ശാസിച്ചു. എന്റെ പൊന്നു മഞ്ജുമ്മേ, ഒന്ന് നിന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? കടുപ്പിച്ചാണ് അവരത് ചോദിച്ചത്. മുന്നിൽ അശോകൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്രയും സൂക്ഷിച്ചു വേണം എന്തെങ്കിലും പറയാൻ. കാരണം ആമ്പലവനോട് സദാ അച്ഛന്മാരെ പോലുള്ള കളിയും ചിരികളും ഒന്നുമില്ലെങ്കിലും ആളുടെ ജീവനിരിക്കുന്നത് അവളിലാണെന്ന് പറയാം. ആ അവളാണ് ഇന്ന് ഇത്രയും നല്ലൊരു ദിവസത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഒരു തരത്തിലും അശോകന്റെ പിടിവിടാതിരിക്കേണ്ടത് ആ സമയം മഞ്ജുവിന്റെ അത്യാവശ്യമായിരുന്നു. നല്ലോണം ഇഷ്ടക്കേടോടെ മഞ്ജു രമ്യയെ നോക്കി. മഞ്ചമ്മയുടെ ഈ മോള് ഏത് ഡ്രസ്സിട്ടാലാണ് തട്ടി വീഴാതെ നടന്നിട്ടുള്ളത്? ഇന്നിപ്പോ ധാവണി ചുറ്റിയത് കൊണ്ട് മാത്രമാണോ ഇവള് വീഴാൻ പോയത്? ഇതിപ്പോ ധാവണിയുടെ സ്ഥാനത്ത് ചുരിദാറാണെങ്കിലും മിടിയും ടോപ്പും ആണെങ്കിലും ഇവൾ വീഴും. അവളെ അറിയുന്ന എല്ലാവർക്കും ആ കാര്യം അറിയുകയും ചെയ്യാം. എന്നിട്ടാ അവളെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജുമ്മ അയാൾക്ക് സപ്പോർട്ടുമായി പോയത്. എന്തായാലും മഞ്ജുമ്മ ഇപ്പൊ ചെയ്തത് മോശമായി പോയി കേട്ടോ. വല്ലാത്തൊരു ദേഷ്യത്തോടെ രമ്യ പറഞ്ഞതും
സ്വന്തം ഭർത്താവിന്റെ മുഖത്തും അവിടെയിരിക്കുന്ന ടീച്ചറിന്റെയും ഏതറിന്റെയൊക്കെ മുഖത്ത് ആ ഭാവമാണെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞു. അവർക്ക് തോന്നിപ്പിച്ച നാണക്കേട് ചെറുതൊന്നുമായിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ തന്നെ മോശക്കാരിയാക്കിയപ്പോൾ നിന്റെ കരച്ചിൽ നിന്നോ? അടുത്തു നിന്ന ആമ്പലിന്റെ കൈത്തുടയിൽ നന്നായി ഒന്ന് ജനിച്ചുകൊണ്ടാണ് മഞ്ജുമ്മ അങ്ങനെ ചോദിച്ചത്. എന്നിട്ട് ആ വാശിക്ക് അടുക്കളയിലേക്ക് കയറി പോവുകയും ചെയ്തു. ദേഷ്യത്തോടെ തന്റെ അരികിൽ നിന്നും പോകുന്ന അമ്മയെ കണ്ടതും ആമ്പലിന്റെ നീർത്തടങ്ങൾ പിന്നെയും സങ്കടമായി വിതുമ്പി. അയ്യേ, നല്ലൊരു ദിവസമായിട്ട് അച്ഛന്റെ മോള് കരയാ? അമ്മ, ഒന്നുമില്ല, അച്ഛൻ പോയി കൂട്ടിയിട്ട് വരാം. രമ്യ, നീ ഇവളെയും കൂട്ടിപ്പോയി അവിടെ ഇരുന്നേ. ഞാൻ പിന്നിരുന്നോളാം അച്ഛാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പിറന്നാള് കുട്ടി ഇപ്പൊ എല്ലാവരുടെയും കൂടെ ഇരുന്നേ പറ്റുള്ളൂ. വേണുമാമൻ കൂടി പറഞ്ഞതും ആമ്പലിന് അവിടേക്ക് പോകാതെ തരമില്ലെന്നായി. നേർത്ത പാദത്തോടെ അവള് ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നു. സിദ്ധുവിന്റെ അടക്കം എല്ലാവരുടെയും നോട്ടം അവളിലായിരുന്നെങ്കിൽ പുകഞ്ഞു പൊന്തുന്ന ദേഷ്യം അടക്കാൻ വയ്യാതെ കാൽത്തുടയിൽ അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു ഏതൻ. ഇനി 2 സീറ്റ് കൂടിയേ ഡൈനിങ് ഏരിയയിൽ ബാക്കിയുള്ളൂ. ഒന്ന് ഏതന്റെ അടുത്തും ഒന്ന് സിദ്ധുവിന്റെ അടുത്തും. വീട്ടുകാരെല്ലാം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ആമ്പലു ഏതന്റെ അടുക്കൽ പോയിരിക്കില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ഈ നേരം അത്രയും ഇതൊക്കെ സംഭവിച്ചിട്ടും സിദ്ധുവിന്റെ ഉള്ളിലാകെ സന്തോഷം മാത്രമായിരുന്നു. പക്ഷേ ആ ഒരു സന്തോഷത്തോടെ അവൻ കയ്യിലിരുന്ന ഫോൺ സ്ക്രോൾ ചെയ്ത് മറ്റെങ്ങും ശ്രദ്ധിക്കുന്നില്ല എന്ന ഭാവത്തിൽ ഇരുന്നതും അവന്റെ തൊട്ടിപ്പുറത്ത് ആരോ വന്നിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ അവൻ മുഖമുയർത്തുമ്പോൾ കാണുന്നത് തനിക്കരികിലിരിക്കുന്ന രമ്യയാണ്. ഞെട്ടിക്കൊണ്ട് അവന്റെ കണ്ണുകൾ മുന്നിലേക്കാണ് പോയത്. അപ്പോ കണ്ടു ഏതന്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന ആമ്പലുവിനെ. സിദ്ധുവിന്റെ മുഖം ആ കാഴ്ചയിൽ തന്നെ വരിഞ്ഞു മുറുകി. ആ നേരം കൊണ്ട് അശോകൻ എന്തോ പറഞ്ഞ് മഞ്ജുവിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം അല്പം പോലും ഇല്ലാതെയാണ് എല്ലാവരും വിളമ്പി വെച്ച ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. പരിപ്പിൽ നെയ്യൊഴിച്ചു കൊടുത്തിട്ടും പപ്പടം പോലും പൊട്ടിക്കാതെ ചോറിൽ വെറുതെ വിരലിട്ടിളക്കുന്ന മകളെ കണ്ട് അശോകൻ അടുത്തേക്ക് ചെന്ന് ആ പപ്പടം പൊടിച്ച് ചോറിളക്കി വെച്ചു. നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകൾ അല്പം ഒന്ന് ഉയർന്ന് അച്ഛനെ നോക്കി. ആഹാരത്തിന് മുന്നിലിരുന്ന് കരയാൻ പാടില്ല. പറയുന്നതിനൊപ്പം തന്നെ ഒരു കുഞ്ഞുരുള അദ്ദേഹം അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. സങ്കടം തൊണ്ട വരെ വന്ന് നിറഞ്ഞിട്ട് അവൾക്കൊരു ഇച്ചിരി പോലും ആഹാരം കഴുത്തിന് താഴോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. വല്ലാത്തൊരു പകപ്പോടെയും വെപ്രാളത്തോടെയും ഇരുന്നവളുടെ ഇടത് കൈയിലേക്ക് ചെറു ചൂട് പതിഞ്ഞത് പെട്ടെന്നായിരുന്നു. അതുവരെ ശരീരമാകെ തണുത്തു മരവിച്ചിരുന്നവൾക്ക് ആ ചെറു ചൂട് നൽകിയ വെപ്രാളം ചെറുതൊന്നുമായിരുന്നില്ല. തന്റെ അരികിൽ നിന്നും അച്ഛൻ മാറിയെന്ന് കണ്ട് അവൾ ഇടതുവശത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് വിരൽത്തുമ്പുകൾ കൊണ്ട് തന്റെ വിരലുകൾ അമർത്തി പിടിച്ചിരിക്കുന്നവനെയാണ്. അതുവരെ എത്രത്തോളം സങ്കടത്തിലായിരുന്നോ അത്രത്തോളം പകച്ചുപോയി ആമ്പൽ. ഈ നേരം വരെ ചുറ്റും നടന്നിരുന്ന സകലതും ഒറ്റ നിമിഷത്തിൽ മറന്ന് അവളുടെ ചിന്തയാകെ തന്റെ കുഞ്ഞുവിരലിൽ അമർത്തി പിടിച്ചിരിക്കുന്ന അവന്റെ കുഞ്ഞുവിരലിന് ചുറ്റും തറഞ്ഞു നിന്നുപോയി. തന്റെ ഇടത് കൈയിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് അവന്റെ വലത് കൈയാണെന്ന് കണ്ടതും സംശയം കൊണ്ട് അവൾ അവന്റെ ഇലയിലേക്ക് നോക്കി. എന്നാൽ ആ നേരം ആമ്പലുവിനെ എങ്ങനെങ്കിലും സമാധാനിപ്പിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഏതനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവനപ്പോൾ ചെയ്യുന്നതിലെ ശരിയും തെറ്റുമൊന്നും ആലോചിച്ചില്ല. ഈ നേരം ഏതൻ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആമ്പൽ. അവൻ അവിടെ മെല്ലെയാണെങ്കിലും കഴിക്കുന്നുണ്ട്. അതും മോൻ ഇടത് കൈ കൊണ്ടാണോ കഴിക്കുന്നത്? മറ്റുള്ളവരെല്ലാം ഞെട്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വേണുമാമൻ ഉറക്കെ അങ്ങ് ചോദിച്ചു. അവൻ ഇടംകൈയനാണ്. അവൻ മാത്രമല്ല, അവന്റെ അച്ഛനും ചേട്ടനും ഒക്കെ. പക്ഷെ വലത് കൈയും ഓക്കെയാ. വസുവിനെ കൂടി ചേർത്താണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ മോൻ എഴുതുന്നതോ? അവൻ 2 കൈയും ഉപയോഗിച്ച് നന്നായി എഴുതും, ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാലും നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഇടത് കൈ കൊണ്ട് ചെയ്യാനാണ് എളുപ്പം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ വേണു. അതുവരെ നിശബ്ദമായിരുന്നിടം പെട്ടെന്ന് തന്നെ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞു. കാരണം ആമ്പലുവിനെ പോലെ ആസിക്കും നൗഫിക്കും രമ്യയ്ക്കുമെല്ലാം അതൊരു പുതിയ അറിവായിരുന്നു. എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോഴും സൈൻ ചെയ്യാൻ വേണ്ടി റെക്കോർഡ്സ് ചെക്ക് ചെയ്യുമ്പോഴും ഒക്കെ അവൻ വലത് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതേ അതുവരെ കുട്ടികൾ കണ്ടിരുന്നുള്ളൂ. സർ ലെഫ്റ്റിയാണെന്ന് ഞങ്ങളോട് എന്താ പറയാതിരുന്നത്? ആസിയും നൗഫിയും പരിഭവത്തോടെ ചോദിച്ചപ്പോൾ
വെറുതെ അവരെ ഒന്ന് നോക്കിയതല്ലാതെ ഏതന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും തന്നെ വന്നില്ല. അതേസമയം അവനിൽ നിന്നും മുഖം മാറ്റാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആമ്പൽ. തന്റെ ഇടം കൈയുടെ അടി നല്ല സ്ട്രോങ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ സർ? തന്റെ അടുത്തിരിക്കുന്നവൻ ആമ്പലിനെ നോക്കുന്ന നോട്ടം കണ്ട് രമ്യ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഏതനോട് ചോദിച്ചത്. നിനക്കൊരെണ്ണത്തിന്റെ അവകാശമുണ്ട്, കിട്ടുമ്പോൾ മനസ്സിലാകും. അതുവരെ മുഖം വീർപ്പിച്ചു നിന്ന മഞ്ജുമ പെട്ടെന്നാണ് കയറി ഗോളടിച്ചത്. അത് തനിക്കുള്ള കുത്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രമ്യ തിരിഞ്ഞ് മഞ്ജുമ്മയെ നോക്കി. അതിപ്പോ സാറന്മാർ ആകുമ്പോൾ കുട്ടികളെ തല്ലും വഴക്കു പറയും, സ്വാഭാവികം. പക്ഷെ ഞാനീ പറയുന്നത് ആ അടിയുടെ കാര്യമല്ല മഞ്ജുമ്മേ. ഇതെന്ന് പറയുന്നതേ നമ്മുടെ ലാലേട്ടൻ രാവണപ്രഭുവിൽ പറയുന്ന ഗപ്പ് കിട്ടുന്ന അടിയുടെ കാര്യമാണ്. ഈ പോക്കാ പോകുന്നെങ്കിൽ മിക്കവാറും ചിലരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കനവും വേദനയും അടിയുമെന്ന് ഉറപ്പാ. സിദ്ധുവിന്റെ വശത്തേക്ക് നോക്കിയാണ് രമ്യ അത് പറഞ്ഞത്. മഞ്ജുവിന് അത് അവൾ സിദ്ധുവിനെ പറ്റിയാണോ പറയുന്നത് എന്ന് സംശയമേ ഉണ്ടായിരുന്നു. ഉള്ളെങ്കിലും സിദ്ധുവിന് തന്നെ തന്നെ ഉദ്ദേശിച്ച് പറയുന്ന പോലെയാണ് അത് തോന്നിയത്. ഈ നേരവും ഒരുവളുടെ നോട്ടം അവനിൽ നിന്നും മാറാതെ ഇരിക്കുന്ന കണ്ടതും ഏതൻ അവളുടെ കുഞ്ഞുവിരലിൽ മെല്ലെ ഒന്ന് അമർത്തി. കരഞ്ഞും കൊണ്ട് എന്നെ നോക്കിയിരിക്കാതെ ഇത്തിരിയെങ്കിലും വാരിക്കഴിക്കാൻ നോക്കാമല്ലോ. അത്രയും മെല്ലെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയോ എന്നുപോലും മറ്റൊരാൾക്ക് തോന്നാത്ത വിധം ഹരൻ പറഞ്ഞതും ആമ്പലി കൈ ഒന്ന് വലിച്ചുകൊണ്ട് തന്റെ ഇലയിൽ നിന്നും കഴിക്കാൻ തുടങ്ങി. വെറുതെ ഒരു പിടുത്തത്തിൽ മാത്രം പിടഞ്ഞിരുന്ന തന്റെ കുഞ്ഞുവിരൽ അത് വിടുവിക്കാനായി നോക്കിയ നിമിഷം മുതൽ കൂടുതൽ മുറുകുന്നത് തോന്നിയതും കുറച്ചു മുന്നേ അവളിൽ നിന്നും അകന്നുപോയ പേടിയും വെപ്രാളവും ഒക്കെ അതിലും വേഗത്തിൽ അവളിൽ തിരിച്ചെത്തി. ഇരുന്ന് വിറയ്ക്കാതെ വേഗം കഴിക്കുന്നുണ്ടോ നീ? എന്നിട്ട് എനിക്കൊപ്പം തന്നെ എഴുന്നേറ്റ് വാ. അവളുടെ പേടി തൊട്ടറിഞ്ഞ ഏതൻ മെല്ലെ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ തല ചെറുതായി ഒന്ന് അനക്കി അവള് കഴിച്ചു തുടങ്ങി. എടാ, സാർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? യദുവിനെ തന്നെ നോക്കിയിരുന്ന ആസി സംശയം ചോദിച്ചപ്പോൾ അങ്ങേർക്ക് കഴിക്കാൻ വേണ്ടി പോലും ചുണ്ടനക്കാൻ പറ്റാതെയായോ എന്ന് പറഞ്ഞ് നൗഫി അവനെ കളിയാക്കി. ആമ്പലു കഴിപ്പ് നിർത്തി എന്ന് തോന്നിയതും ആദ്യം ഏതൻ എഴുന്നേറ്റു. ഒട്ടും താമസിയാതെ ആമ്പലു. അത് കണ്ടതും അതുവരെ അവരെ നോക്കിയിരുന്നവനും എഴുന്നേൽക്കാൻ തുടങ്ങി. അയ്യോ, ഏട്ടൻ പായസം കഴിക്കാതെ എഴുന്നേൽക്കുവാണോ? മഞ്ജുമ്മേ, ദേ മഞ്ജുമ്മയുടെ മോൻ പായസം കഴിക്കാതെ എഴുന്നേൽക്കുന്നു. ഏതന്റെയും ആമ്പലിന്റെയും പിറകെ പോകാൻ തുടങ്ങിയവനെ രമ്യ മഞ്ജുവിന്റെ ഇടയിലേക്കാക്കി. അയ്യോ, മോൻ പായസം കഴിക്കാതെ എഴുന്നേൽക്കുവാണോ? നല്ല പായസം മോനെ, കുറച്ച് കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുമ്മ അവനെ പിടിച്ചിരുത്തി അങ്ങ് സ്നേഹിച്ചു തുടങ്ങി. ആ നേരം ഏതൻ കൈ കഴുകിയിട്ട് തന്റെ കുറച്ചു പിന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നവളുടെ അരികിലേക്കാണ് ചെന്നത്. ഞാനിപ്പോ ഇറങ്ങും. അവൾ കണ്ണു ഉയർത്താതെ അവനെ ഒന്ന് നോക്കി. ഇത്തിരി കൂടി കഴിഞ്ഞ് അമ്മ ഇറങ്ങും. അപ്പോ അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് വന്നേക്കണം. അവളുടെ ഒഴുകിയിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരിനെ ചൂണ്ടുവിരലിനറ്റം കൊണ്ട് തുടച്ചു മാറ്റിയവൻ പുറത്തേക്ക് പോയി.